ഗൈസ്, ഇന്ന് നമുക്ക് മാർജിൻ ട്രേഡ് ഫെസിലിറ്റി എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബ്രോക്കർ നിങ്ങൾക്കൊരു ലിവറേജ് തരാറുണ്ട്. അതായത് ഒരു 1000 റുപ്പീസാണ് നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 4 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ലിവറേജ് തരാറുണ്ട്. അതായത് ഒരു 1000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കർ അത് 5000 ആക്കിയിട്ട് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ 5000ന് നിങ്ങൾക്ക് ഷെയർ വാങ്ങിയിട്ട് ഇൻട്രാഡേ ചെയ്യാം. ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, രാവിലെ നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് നമുക്ക് പ്രൈസ് കൂടുന്നു കുറയുന്നതൊക്കെ അനുസരിച്ച് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളത് എക്സിറ്റ് അടിച്ച് നമ്മൾ ആ ട്രേഡിൽ നിന്ന് പുറത്തു വരണം, അല്ലേ? അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രോക്കർ അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. ഇതാണ് ഇൻട്രാഡേ ട്രേഡിൽ നടക്കുന്നത്. ഓക്കെ, സെയിം ഫെസിലിറ്റി നമുക്ക് ഒരു ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുന്നതിന് തരുന്നതിനെയാണ് നമ്മൾ മാർജിൻ ട്രേഡ് ഫെസിലിറ്റി അല്ലെങ്കിൽ MDF എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പം മാർജിൻ ട്രേഡ് ഫെസിലിറ്റി എന്ന് പറയുന്നു അല്ലെങ്കിൽ MDF എന്ന് പറയുന്നത് ബ്രോക്കർ നൽകുന്ന ഒരു സർവീസാണ്. ആ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യാം. അപ്പൊ എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഒരു 5000 ഉള്ളൂ എന്ന് നോക്കുക ക്യാപിറ്റൽ, നിങ്ങൾക്ക് ഒരു 4 ടൈംസ് അവർ ലിവറേജും കൂടെ തരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു 20,000 ആക്കിയിട്ട് 20,000ന്റെ ഷെയർ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. അത് എത്ര നാൾ വേണേലും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇൻട്രാഡേ പോലെ അന്ന് തന്നെ ഇറങ്ങണ്ട, നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും അത് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാർഗറ്റ് എത്തുന്നവരെ അത് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ആ ട്രേഡിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഓക്കെ, സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. അതിന്റെ പോറായിട്ട് അതിന്റെ ഒരു മാത്തമാറ്റിക്സ് എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഉദാഹരണത്തിന് നിങ്ങൾ നോക്കുക, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു 5000 ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ കയ്യിലുള്ളതെന്ന് വെക്കുക. ഓക്കെ, 5000 ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് ഇപ്പൊ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ പ്രൈസ് 500 ആണെന്ന് കരുതുക. ഓക്കെ, 5000 നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ട്, ഒരു 500 രൂപയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ പ്രൈസ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് വിത്തൗട്ട് MDF, അതായത് നമ്മൾ MDF ഫെസിലിറ്റി എടുക്കാതെ നോർമലായിട്ട് നിങ്ങൾക്ക് ഷെയർ വാങ്ങിച്ച് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്ര ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും? 5000 രൂപയ്ക്ക് 5000 ഡിവൈഡഡ് ബൈ 500, അല്ലെ? 10 ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ ഷെയറിന്റെ പ്രൈസ് ഒരു 520 ആയെന്ന് വിചാരിക്കുക. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ടോ ഒരു 520 ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 20 റുപ്പീസ് ഇതിന്റെ പ്രോഫിറ്റ് വന്നു, അല്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ഷെയർ? 10 ആണ്. അപ്പം 20 റുപ്പീസ് ഇൻറ്റു 10 എന്ന് പറയുന്ന ഒരു 200 രൂപയായിരിക്കും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി MDFന്റെ ഫെസിലിറ്റിയോട് കൂടി നമ്മൾ ഇത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ 5000 നമ്മുടെ ഉണ്ട്, അപ്പൊ അതിന് ബ്രോക്കർ ഒരു 4x, അതായത് ഒരു 4 മടങ്ങ് ലിവറേജ് തരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി? ഈ 5000 എന്നുള്ളത് 20,000 ആയല്ലേ? 20,000 ആയി. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ സെയിം 500 റുപ്പീസിന്റെ ഷെയർ എത്ര എണ്ണം വാങ്ങാൻ പറ്റും? 40 എണ്ണം വാങ്ങാൻ പറ്റും, അല്ലെ? അതായത് 20,000 ഡിവൈഡ് ബൈ 500 എന്ന് പറയുമ്പോൾ 40 ഷെയർസ് നമുക്ക് വാങ്ങാൻ പറ്റും. MDF ഇല്ലാത്ത കേസിൽ നമുക്ക് 10 ഷെയർ ആണ് വാങ്ങുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 40 ഷെയർസ് വാങ്ങിയിട്ടാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. സോ സെയിം സെനാരിയോയിൽ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി ഒരു 520 വന്നു എന്ന് വിചാരിക്കുക. 20 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. അപ്പൊ 20 ഇൻറ്റു 40 ഷെയർസ്, നമ്മുടെ പ്രോഫിറ്റ് എത്രയായി? 800 രൂപ നമ്മളുടെ പ്രോഫിറ്റ് ആയല്ലേ? അപ്പൊ MDFൽ വാങ്ങുമ്പോൾ നമുക്ക് 800 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. MDF ഇല്ലാതെ വാങ്ങുമ്പോൾ നമുക്ക് 200 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടി. സോ ഇതിന്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് നമ്മളുടെ ഈ 5000 എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ ഓൺ ക്യാപിറ്റൽ, ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ MDF ഇല്ലാതെ നമ്മൾ വാങ്ങുമ്പോൾ ഇതിന്റെ ഒരു 4% ആണ് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. എന്നാൽ MDFന്റെ ഒരു ഫെസിലിറ്റി എടുത്ത് നമ്മൾ ഈ സെയിം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഒരു 16%ഓളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായല്ലോ. ഒരു 4% കിട്ടുന്നിടത്ത് നമുക്ക് ഒരു 16% ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ഇതിന്റെ നമ്മളെ അഡ്വാൻറ്റേജ് മാത്രമാണ് നമ്മളിപ്പോ സംസാരിച്ചത്, അല്ലെ? എന്നാൽ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന്റെ പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ കണ്ടത്, അല്ലെ? 4% റിട്ടേൺ കിട്ടേണ്ട സമയത്ത് നമുക്ക് 16% റിട്ടേൺ കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്, അല്ലെ? അപ്പൊ നമ്മളുടെ എത്രയാണോ ക്യാപിറ്റൽ ഉള്ളത്, ഇപ്പൊ 50,000, ഈ 5,000 വരെ 50,000 ആണ് ഉള്ളതെങ്കിൽ നമുക്ക് ലിവറേജ് അനുസരിച്ചിട്ട് 2 lakhs വരെ ക്യാപിറ്റൽ കിട്ടും. അപ്പം ഈ 16% ഓൺ 50,000 ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ്, അല്ലെ?
അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് ബെനിഫിറ്റുകളുണ്ട്. എന്നാൽ ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ലോസ് വരുന്നത് പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ആണ്, പ്രോബബിലിറ്റി ഗെയിം ആണ്. സോ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഈ പ്രോഫിറ്റ് വരുന്ന പോലെ തന്നെ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ലോസും ഇതനുസരിച്ച് കൂടും അല്ലേ? ഇപ്പൊ നമ്മൾ MDF എടുക്കാതെ ചെയ്യുന്ന ട്രേഡിന് നമുക്ക് ഒരു 100 റുപ്പീസ് ആണ് നമ്മുടെ ലോസ് എങ്കിൽ MDF എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും അത് ചിലപ്പം 500 അങ്ങനെ ആകും അല്ലെ? ലോസും കൂടും. കാരണം ഇവിടെ നമ്മുടെ ലിവറേജ് കൂടുന്നതനുസരിച്ച് ഷെയറിന്റെ ക്വാണ്ടിറ്റി കൂടുകയാണല്ലോ. അപ്പൊ ഈ ഷെയറിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് എത്രയാണോ നമ്മുടെ ലോസ്, ഇപ്പൊ ഉദാഹരണത്തിന് 10 രൂപയാണ് ഞാൻ ഇവിടെ ലോസ് എടുക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ഇവിടെ എനിക്ക് MDF ഇല്ലാതെ ചെയ്യുമ്പോഴത്തേക്കും 10 ഷെയറിന് 10 രൂപ വെച്ചിട്ട് 100 രൂപ എനിക്ക് ലോസ് വരുള്ളൂ. എന്നാൽ MDF എടുത്തു കഴിയുമ്പോൾ നമുക്ക് 40 ഷെയർ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ 40 ഷെയർ എടുക്കുമ്പോഴത്തേക്കും 10 രൂപ വെച്ചിട്ട് നമുക്ക് എത്രയായി? 400 രൂപ ലോസായി അല്ലേ? ഇപ്പൊ പ്രോഫിറ്റ് കൂടുന്ന പോലെ തന്നെ ലോസും കൂടും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ MDF 20,000 ഇവർ തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ 5,000 ഉണ്ട്, 15,000 ഇവർ തന്നു കഴിയുമ്പോൾ അതിന് അവരൊരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും അല്ലെ? ആ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് ഡെയിലി നമുക്ക് നോക്കുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, എന്നാലും ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ നമ്മൾ കണ്ണും പൂട്ടി ഒരു സ്റ്റോക്ക് വാങ്ങുകയാണ്, നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക്, അതായത് അപ് ട്രെൻഡിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല എന്ന് വിചാരിക്കുക. മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ലോസിലേക്ക് പോവാണ്, നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ ഇറങ്ങാനും തയ്യാറാകാത്തൊരു പക്ഷം വലിയൊരു ലോസ് ഉണ്ടാവുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഇവർ എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മളോട് പറയും ആ ലോസ് അവര് ഡിഫൈൻ ചെയ്ത ലോസിൽ നിന്ന് കൂടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ മണി ആഡ് ചെയ്തിട്ട് ആ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. അതല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ സ്വമേധയാ ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത്, അതായത് ക്ലോസ് ചെയ്ത് കളയും. നമ്മളോട് ചോദിക്കത്ത് പോലുമില്ല. നമുക്കൊരു ഇന്റിമേഷൻ വരും, പക്ഷെ നമ്മൾ ഫണ്ട് ചെയ്യാൻ റെഡി ആകുന്നില്ല എങ്കിൽ അവർ തന്നെ ട്രേഡ് എക്സിറ്റ് ചെയ്യും. കാരണം വലിയ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ 5,000 ഉള്ളൂ. ഓക്കെ, അപ്പം ഈ 20,000 രൂപ ഷെയർ നമ്മൾ വാങ്ങി, അപ്പൊ ഈ 5,000-ന് മേലെയൊക്കെ സ്റ്റോക്ക് ലോസ് വരുന്ന കാണുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവർ നമ്മളോട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറയും. അത് നമ്മൾ ചെയ്യാത്ത പക്ഷം അവർ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ട്രേഡ് അവർ തന്നെ ക്ലോസ് ചെയ്ത് കളയും. സോ ഇതൊക്കെ ഇതിന്റെ ഡീമെറിറ്റ്സ് ആണ് അല്ലെ? അപ്പം ഇത് അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഫെസിലിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നോക്കുക. അതായത് നമ്മളുടെ എൻട്രി പോയിന്റ്, അതായത് നമ്മളുടെ അനാലിസിസ് കറക്റ്റ് ആണ്, നമ്മുടെ എൻട്രി പോയിന്റ് കറക്റ്റ് ആണ്. നിങ്ങൾക്കൊരു 5,000 ഇട്ടിട്ട് നിങ്ങൾ ഒരു ട്രേഡ് ഷെയർ വാങ്ങിയിട്ട് അത് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കറക്റ്റ് ആണ്, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കിൽ കറക്റ്റ് ആയിട്ടുള്ള എൻട്രി ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിസ്റ്റത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അല്ലെ? ഈ ഒരു 4% എന്നുള്ളത് നിങ്ങൾക്ക് 16% ആക്കാം. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ നല്ലൊരു സിംഗ് ട്രേഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് പ്രോഫിറ്റബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് പരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, സോ വെറുതെ പോയിട്ട് ഒരു സ്റ്റോക്ക് ഈ ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് കരുതിയിട്ട് പോയി വാങ്ങരുത്. വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, പക്ഷെ അത് നമ്മുടെ ലോസിലേക്കാണ് പോകുന്നതെങ്കിൽ ലോസും കൂടും അല്ലേ? അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ഇപ്പം ഞാൻ ഫയേഴ്സിന്റെ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഇതിലെ ചാർട്ട് കുറച്ചും കൂടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിന്റെ പോലെ തന്നെ ഒരു ചാർട്ടാണ് ഇതിനകത്ത് ഉണ്ടാവുക. സോ അതുകൊണ്ട് നിങ്ങൾ ഫയേഴ്സിന്റെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ ഇതിൽ നിങ്ങൾക്ക് ഫയേഴ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. സോ അതിൽ പോയിട്ട് ഈ ഒരു ടൂൾസിൽ നിങ്ങൾക്ക് പേ ലേറ്റർ അല്ലെങ്കിൽ MDF എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലേക്ക് നിങ്ങൾക്ക് വരാം. വന്നു കഴിഞ്ഞാൽ ഇവർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ കൃത്യമായിട്ട് ഏകദേശം ഒരു 1,600ഓളം സ്റ്റോക്കുകൾ MDFന്റെ കാറ്റഗറിയിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ലിസ്റ്റിലുള്ള ഏത് സ്റ്റോക്ക് വേണേലും നമുക്ക് MDFന്റെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് വാങ്ങി ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്, ഇത് സ്റ്റോക്കിന്റെ സിമ്പിൾ ആണ്. ലിവറേജിന്റെ ആ ഒരു സൈസ് കാണിച്ചിട്ടുണ്ട്, അതായത് 3.7 ആണ് കൂടുതലും, അതായത് 3.7x എന്ന് പറഞ്ഞാൽ 3.7 മടങ്ങ് ക്യാപിറ്റൽ അവർ കയ്യിൽ നിന്ന് തരും. നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 3.7 മടങ്ങ് അവർ തരും. അപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് തന്നിരിക്കുന്നത്, ഇവർ കൊടുത്തിരിക്കുന്നത് 3.7 ആണ്, 3.7 മടങ്ങാണ്. അത് വോളറ്റാലിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പം ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ വോളറ്റാലിറ്റി, മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റി അനുസരിച്ചിട്ട് ഈ ലിവറേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇപ്പം മാർക്കറ്റ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് കൂടുതൽ ലിവറേജ് അവർ തരും. ഈ ഇവന്റുകൾ, യുദ്ധം അല്ലെങ്കിൽ
ക്വാർട്ടർലി റിസൾട്ട്, ഇലക്ഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഇവന്റുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലിവറേജ് അവർ കുറയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ പ്രൈസ് വയലന്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കുക, ഇത് അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര മടങ്ങ് പ്രൈസ് ലിവറേജ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആ സ്റ്റോക്കിന്റെ LTP ആണ്, അതായത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ്, വിത്തൗട്ട് MDF. നമ്മൾ MDF ഒന്നും വാങ്ങാതെ, ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു 10,000 ആണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഞാനിതിപ്പോൾ 5,000 ആക്കി എടുത്തു കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ 5,000 ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ഒരു കേസിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു സിപ്ല എന്ന് പറയുന്ന സ്റ്റോക്ക് 3.7 മടങ്ങ് അവർ പ്രൈസ് ലിവറേജ് തരുന്നുണ്ട്. അപ്പൊ 1473 രൂപ പ്രൈസുള്ള സ്റ്റോക്ക് നമുക്ക് MDF ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, 3 ക്വാണ്ടിറ്റി മേടിക്കാം. എന്നാൽ MDFന്റെ ഫെസിലിറ്റിയോട് കൂടി നമുക്ക് 12 ക്വാണ്ടിറ്റി മേടിക്കാം, അല്ലെ? അപ്പൊ 3, ഇപ്പം ഒരു 100 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 300 രൂപ കിട്ടും നമ്മൾ MDF ഇല്ലാതെ വാങ്ങിക്കഴിഞ്ഞാൽ. അതേസമയം 12 ക്വാണ്ടിറ്റി മേടിച്ചു കഴിഞ്ഞാൽ 100 രൂപ കൂടി കഴിഞ്ഞാൽ 1200 രൂപ ആവും, അല്ലെ? അപ്പൊ 300 രൂപ ലാഭം കിട്ടേണ്ടടുത്ത് നമുക്ക് 1200 രൂപ കിട്ടും. ലോസ് വരുമ്പോൾ അതുപോലെ തന്നെ ലോസും സംഭവിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് MDFന്റെ ഒരു ലിസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിരിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം അപ്പൊ അവർ തരുന്ന ഫണ്ട് 1 rupee to 1,000 ഇടയിലുള്ള ഫണ്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. ഇനിയിപ്പോൾ 1,000 എബോ അതുപോലെ 1 lakh വരെയുള്ള ഒരു ഫണ്ടാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ നമുക്ക് 15,000 രൂപയാണ് അവർ എക്സ്ട്രാ തരുമെന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു രണ്ടാമത്തെ സ്ലാബിലാണ് അത് വരുന്നത്, അല്ലെ? ആ സ്ലാബിൽ നിങ്ങൾ നോക്കുക, 16.49% ആണ് ഇൻട്രസ്റ്റ്. ഇതെന്ന് പറയുന്നത് പെർ ആനമാണ്, അല്ലെ? 16.49% പെർ ആനമാണ്. ഓക്കെ, സോ എമൗണ്ട് കൂടുതലെടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, അല്ലെ? ഇപ്പൊ 25 to 50 lakhs ലിവറേജ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 12.49% ആയിട്ട് ഇൻട്രസ്റ്റ് കുറയും. അപ്പം ഇത് പെർ ആനമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 15,000 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 16.49% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളതാണ് കേട്ടോ, ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 365 ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ കിട്ടും. അതേ ഇൻറ്റു 7 days, ഒരു വീക്കിലേക്കുള്ളതാണ് അവർ കളക്ട് ചെയ്യുക. ഓരോ വീക്കിലാണ് ഇൻട്രസ്റ്റ് ചാർജ് അവർ കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ വരിക, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് മാർജിൻ ട്രേഡ് ഫെസിലിറ്റി അഥവാ MDF എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഫയേഴ്സിന്റെ ചാർട്ടിൽ വളരെ കൃത്യമായിട്ട് അവരിത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ പ്ലാറ്റ്ഫോമുകളിൽ നോക്കി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു വീഡിയോ അവർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അത് നോക്കി മനസ്സിലാക്കാം. സോ ഇതാണ് MDF അല്ലെങ്കിൽ പേ ലേറ്റർ ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, മാർജിൻ ട്രേഡ് ഫെസിലിറ്റി അഥവാ പേ ലേറ്റർ എന്നൊക്കെ അറിയപ്പെടുന്നത്. സോ നിങ്ങൾക്ക് ഫയേഴ്സിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ പോയിട്ട് നിങ്ങൾക്ക് ചാർട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാം. വേറെ ആനുവൽ ചാർജസോ റിന്യൂവൽ ചാർജസോ ഒന്നും തന്നെ ഇല്ല. വളരെ മനോഹരമായ ഒരു ചാർട്ടാണ്. സോ ഈ ചാർട്ടിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വേറെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ നിങ്ങൾക്ക് ഈ ചാർട്ടിന്റെ ഫീച്ചേഴ്സും മറ്റു ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കാണണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ താല്പര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.